എനിക്കൊരു 2 kg കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സ്പോഞ്ച് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ മറ്റന്നാൾക്ക് ആണ് കേക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് സ്പോഞ്ച് ഉണ്ടാക്കി വെക്കും, നാളെ ക്രീമൊക്കെ ഫ്രോസ്റ്റിങ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ട് മറ്റന്നാൾ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് സ്പോഞ്ച് ഉണ്ടാക്കി നാളെ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ സ്പോഞ്ചിന് കുറച്ചും കൂടി സോഫ്റ്റും കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് സ്പോഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 1 കിലോൻ്റെ ഉണ്ടാക്കും, പിന്നെ വീണ്ടും 1 കിലോൻ്റെ കൂടി ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഫ്രോസ്റ്റിങ് ചെയ്യാനാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അത് അതിലേക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിലേക്കുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ഈ പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റാവും, കുറച്ചൊന്ന് മെൽറ്റാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കണേക്കാളും ഇങ്ങനെ പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി കേക്കിലേക്ക് വേണ്ട ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 കപ്പ് കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഒരു 3 വട്ടമെങ്കിലും അരിച്ചെടുക്കണേ. അപ്പോൾ ഈ മുട്ടയിൽ പഞ്ചസാര ഇതാ നന്നായി മിക്സ് ആയിട്ട് കേട്ടോ, നല്ല മെൽറ്റായിട്ടുണ്ട്. നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിച്ചു വെച്ച ഫ്ലോർ ഇതിലേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചൂടാറിയ ശേഷം ഇത് ടിന്നിൽ നിന്നും മാറ്റാം. ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടത്. ഇത് ഒരെണ്ണം, അതുപോലെ ഇതാ അടുത്തത്. ഇത് 2 kg ആണെങ്കിലും കുറച്ച് വലിപ്പം കൂട്ടാൻ വേണ്ടി കസ്റ്റമർ പറഞ്ഞത് കാരണമാണ് ഞാനിങ്ങനെ 2 എണ്ണമായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു 2.5 kg വലിപ്പം വെപ്പിക്കാൻ പറ്റും. ഈ രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 ലെയറാക്കിയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇതവിടെ 4 ലെയറായിട്ട് ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പീസ് വെച്ചിട്ട് വലിപ്പം കൂട്ടിയിരിക്കണത് കേക്കിൻ്റെ. നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണിത്. ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫില്ലിങ് കൊടുക്കുന്നത് ചെറി വെച്ചുണ്ടാക്കിയ ഒരു പേസ്റ്റാണ്. ചെറിയും ഷുഗറും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. നന്നായി വേവിച്ചിട്ടെടുത്താണ് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിക്കുന്നുണ്ട്. 2 കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്രീം ഒരു ക്രം കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷായിട്ട് ഫുള്ള് ഐസിങ് ചെയ്യാൻ പറ്റും. ഞാനൊരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടെടുത്താണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഫുള്ളായിട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൈഡിലൊക്കെ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലൊരു ഡിസൈനും കൂടി കൊടുത്ത് പേരും കൂടി എഴുതിയാൽ ഫിനിഷാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. കേക്കിലെ റൈറ്റിങ്ങിൽ ഞാൻ വളരെ മോശം കേട്ടോ. ഇതൊരു ഒപ്പിക്കലാണ്. അപ്പോൾ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.